ഹായ്. ഞങ്ങൾ പൊതുവെ പാതിരാക്കോഴികളാണ് കേട്ടോ. പാതിരാക്കോഴികൾ വേണ്ടാതെ പാതിരാക്കിളികളാണ് കേട്ടോ. അതല്ലേ കുറച്ചും കൂടി നല്ലത്. അതായത് എപ്പോഴും ഞങ്ങൾ പുറത്തിറങ്ങുന്നത് രാത്രിയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് സമയം കിട്ടുന്നത് രാത്രിയായിരിക്കും. അപ്പം ഇപ്പോൾ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്കാണ്. പൊതുവേ നമ്മളിതുപോലെ മാളുകളിലേക്ക് പോകാറില്ല. നമ്മൾ ചെറിയ പാർക്കുകളിലേക്കൊക്കെയാണ് നമ്മൾ പോകുക. അത് ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, സമയം ഇപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശനിയാഴ്ചത്തെയാണ്. രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മോളുകളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നേരെ അവിടേക്ക് പോയി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് പിള്ളേരെ സേഫ് ആയിട്ടുള്ള സംഭവമാണത്. ഇതൊരു കൂടാരം പോലത്തെ സംഭവമാണ്. നമുക്ക് പിള്ളേരെ ഇങ്ങനെ നോക്കിയിരിക്കൊന്നും വേണ്ട. നമുക്ക് ഉറപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഉണ്ടെന്ന് ഉറപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 1 മണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് അവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവിടെ തലകുത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വിഴക്കി നടക്കുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി. ചേട്ടായിക്കൊപ്പം അനിയത്തിക്കൊപ്പം ചേട്ടായും കട്ടയ്ക്ക് കൂടെ നിൽക്കും എല്ലാ കാര്യത്തിലും. വൃത്തികേട് കാണിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. നിരങ്ങുന്ന സാധനത്തിൽ കൂടെയൊക്കെ കിടന്നിട്ടൊക്കെ ആയിരുന്നു നിരങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും ചേട്ടനും കൂടെ ജസ്റ്റ് ഒന്ന് പോയി. അവിടെ KFC ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് 1 മണിക്കൂറൊന്നും കളിച്ചില്ല. ഒരു 3/4 മണിക്കൂറായപ്പോഴേക്കും അവർ മടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ടോയ് കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു 4 മിനിറ്റ് സമയം നമുക്ക് കിട്ടുള്ളൂ. ആ 4 മിനിറ്റ് സമയം നമ്മളൊന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി റൈഡുകൾ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാത്തിനും കയറാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഇതിനകത്ത് പിള്ളേരെ കയറ്റുള്ളേ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർക്കും എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ഓൾറെഡി ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഐസ്ക്രീമോട് കൂടി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ.